സാധാരണയായി സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറെ അനുഭവപ്പെടുന്ന വ്യക്തികൾ പറയാറുള്ള ഒരു വാചകമാണ്, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതേയില്ല, എത്ര കാലമായി ഈ കഷ്ടപ്പാടുകൾ, ഞാൻ എത്രയേറെ പ്രാർത്ഥിക്കുന്നു, എന്റെ ലോൺ അടയുന്നതേയില്ല, എന്റെ കടബാധ്യത മാറുന്നതേയില്ല, ഈ കടം മാറുന്നതിനായി, ഈ ലോൺ ഒന്ന് അടയ്ക്കുന്നതിനായി ഞാൻ എത്രയേറെ പ്രാർത്ഥിക്കുന്നു എന്നറിയാമോ എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നാം ഏറെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കടവും ലോണും എല്ലാം മാറാതിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ തലത്തിലേക്ക് കൂടി നാം കടന്നു ചെല്ലേണ്ടുന്നതിന്റെ ആവശ്യകത മനസ്സിലാകുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിന് ബോധ മനസ്സും ഉപബോധ മനസ്സുമുണ്ട്. ഈ ബോധതലം എന്ന് പറയുന്നത് നാം ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ. പക്ഷേ ഉപബോധ മനസ്സാകട്ടെ നാം ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ നമ്മുടെ കൂടെയുള്ള ഒരൊറ്റ അംശം എന്ന് പറയുന്നത് അത് ഉപബോധ മനസ്സ് മാത്രമാണ്. ഈ ഉപബോധ മനസ്സിലേക്ക് എപ്പോൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വികാരങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടും നമുക്ക് കടത്തിവിടുവാൻ കഴിയുന്നുവോ അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ സമ്പത്തിനെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കുവാനായി തെരഞ്ഞെടുക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് നാം ഉറക്കത്തിലേക്ക് വീണുപോകുന്ന സമയങ്ങളും ഉണർന്ന് എണീക്കുന്ന ആദ്യത്തെ നിമിഷങ്ങളും തന്നെയാണ്. ഈ നിമിഷങ്ങളിൽ നാം സമ്പത്തിനെ പറ്റി പോസിറ്റീവായിട്ട് മാത്രം ചിന്തകൾ, വാചകങ്ങൾ മെനഞ്ഞെടുക്കുക. ഞാൻ അനുദിനം അനുനിമിഷം സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു, സമ്പന്നത എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹത്താൽ എന്നിലേക്ക് അനുദിനം അനുനിമിഷം സമ്പത്ത് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വർത്തമാനകാല ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ മെനഞ്ഞെടുക്കുക. ഇതിനെ നിരന്തരമായി പറയുക. യാതൊരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥനയിൽ ലോൺ, കടം എന്നിങ്ങനെയുള്ള പദങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാനേ പാടില്ല. കാരണം ഉപബോധ മനസ്സിന് വിവേചന ശക്തിയില്ല. അതിനാൽ തന്നെ കടം മാറണേ, എന്റെ ലോൺ അടയ്ക്കാൻ പറ്റണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയവും വേണ്ട, നമ്മളുടെ കടബാധ്യതയും ലോൺ അടയ്ക്കുവാനുള്ള ബുദ്ധിമുട്ടും കൂടിക്കൂടി വരിക തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് പോസിറ്റീവായി നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാം.